അമേരിക്കയും ഇസ്രയേലും ഒരു വശത്ത്, ഇറാൻ മറുവശത്ത്. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന്റെ 5-ാം ദിവസങ്ങൾ പിന്നിട്ട ഈ യുദ്ധം ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് വഴിമാറുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ തീപ്പൊരി ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കും പടർന്നു പിടിക്കുകയാണ്. ഒടുവിലത് തുർക്കിയിലും എത്തിയിരിക്കുന്നു. അതെ, നാറ്റോ അംഗമായ തുർക്കിക്ക് നേരെയും ഇറാൻ വെടിയുതിർത്തിരിക്കുന്നു. യുദ്ധം ഇരുപക്ഷത്തും ഒതുങ്ങില്ലെന്നും ഇത് ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന വലിയൊരു പോരാട്ടമായി മാറുമെന്നുമുള്ള വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുദ്ധരംഗത്ത് നിന്ന് ഉള്ള ഏറ്റവും നിർണായകമായ വാർത്ത ഇറാൻ തുർക്കിക്ക് നേരെ നടത്തിയ ആക്രമണമാണ്. മുതിർന്ന കമാൻഡർമാരെ നഷ്ടപ്പെട്ടതോടെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് IRGC തങ്ങളുടെ അധികാരങ്ങൾ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. ഈ മധ്യനിര ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങളാണ് നാറ്റോ അംഗമായ തുർക്കിക്കും മറ്റ് അയൽ രാജ്യങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടാക്കാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കരയിൽ മാത്രമല്ല, കടലിലും യുദ്ധം അതിരൂക്ഷമാണ്. ഹോർമൂസ് കടലിടുക്കിൽ പ്രവേശിക്കാൻ ശ്രമിച്ച മാൾട്ടീസ് പതാക വഹിച്ച ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെ ഒമാൻ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത്. ഒമാൻ തീരത്ത് വെച്ച് മറ്റൊരു കണ്ടെയ്നർ കപ്പലിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ അന്തർവാഹിനി നടത്തിയ ടോർപിഡോ ആക്രമണത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പലായ IRIS ദേന മുങ്ങുകയും 80 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനിടെ തിങ്കളാഴ്ച ഖത്തറിലെ 2 ഊർജ കേന്ദ്രങ്ങളിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതോടെ ഖത്തർ അവരുടെ ഗ്യാസ് ഉൽപാദനം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. തുടർച്ചയായ 5-ാം ദിവസവും ഇരു വിഭാഗവും വലിയ നാശനഷ്ടങ്ങളാണ് നേരിടുന്നത്. ഇറാനിൽ 787 പേരും ലബനനിൽ 60 പേരും 6 അമേരിക്കൻ സൈനികരുമടക്കം നിരവധി ജീവനുകൾ ഇതിനോടകം പൊലിഞ്ഞു. ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവം അമേരിക്ക അന്വേഷിക്കുകയാണ്. മറുഭാഗത്ത് ഇസ്രയേലിലെ ഹൈഫ നാവിക താവളത്തിനും ടെൽ അവീവിനടുത്തുള്ള സൈനിക കേന്ദ്രത്തിനും നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രയേലിലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ബെയ്റൂട്ടിലെ തങ്ങളുടെ എംബസി ആക്രമിക്കപ്പെട്ടാൽ ലോകമെമ്പാടുമുള്ള ഇസ്രയേൽ എംബസികൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പ്. ഈ യുദ്ധത്തിൽ തങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് അമേരിക്ക പറയുന്നുണ്ട്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഇറാനിയൻ യൂണിറ്റ് തലവനെ അമേരിക്ക വേട്ടയാടി കൊലപ്പെടുത്തിയതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇസ്രയേലിനൊപ്പം ചേർന്ന് പോരാടുന്നത് വലിയ ആശ്വാസകരമാണെന്ന് പറഞ്ഞ ഹെക്സറ്റ് ഈ യുദ്ധത്തിൽ ഇറാന് അമേരിക്കയെ അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ കമാൻഡ് ഘടന ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ യുദ്ധം അവസാനിക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് എന്ന് തന്നെയാണ് US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനിടെ ഈ ആക്രമണങ്ങളെല്ലാം UN ചാർട്ടറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള ഈ യുദ്ധത്തിൽ ചൈനയും റഷ്യയും തങ്ങൾക്ക് ഒരു ഘടകമേ അല്ല എന്ന് അമേരിക്ക പറയുമ്പോഴും തുർക്കിക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുക തന്നെയാണ്. കാരണം ഒരു നാറ്റോ രാജ്യമാണ് തുർക്കി എന്ന് നമുക്കറിയാം. ഒരു നാറ്റോ രാജ്യത്തിന് നേരെയുള്ള വെടിയുതിർക്കൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു സങ്കീർണമായ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ഇസ്രയേലിനും ഇറാനും അപ്പുറം ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഈ സംഘർഷം വ്യാപിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ പ്രകടമാണ്. വരും ദിനങ്ങളിലെ നീക്കങ്ങൾ ലോക സമാധാനത്തിന് തന്നെ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മലയാളം.